ഹായ് ഫ്രണ്ട്സ്, അപ്പൂസ് യാത്രികൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അൽമാട്ടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അൽമാട്ടി എന്നുള്ളത് കസാക്കിസ്ഥാനിലെ വളരെ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു നഗരമാണ്. അവിടെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ പറയുന്ന സ്പോട്ട് എന്ന് പറയുന്നത് അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ അങ്ങനെ നോർമലായിട്ടുള്ള സാധാരണ ടൂർ പാക്കേജുകളൊന്നും ഇവിടെ പോകാറില്ല. അതിൻ്റെ കാരണം മറ്റ് ഡീറ്റെയിൽസും പോകുന്ന വഴിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മളൊരു പ്രൈവറ്റ് കാർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. അപ്പോൾ കാറ് വരുന്നത് 6 മണിക്കെന്നാണ് പറയുന്നത്. ഇവിടെ 6 മണി ഇപ്പോൾ നിങ്ങൾക്ക് ഈ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 11-12 മണിയുടെ ഒരു ഫീല് കിട്ടും. ഈ അൽമാട്ടിയിലെ ഈ സമയത്ത് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് മെയ് സമയമാണ്. മെയ് സമയത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 4:30 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഈ സൂര്യൻ ഉദിക്കും. എന്നിട്ട് അതിനുശേഷം ഒരു 5 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മുടെ നാട്ടിൽ ഒരു 10 മണി 10:30 ആ ഒരു സമയത്ത് ആ ഒരു ചൂടും ആ ഒരു വെയിൽ അതിൻ്റെ ആ ഒരു കാഠിന്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ദിവസം ഞാൻ വരുമ്പോൾ ഞാനൊന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഞാൻ ഒരുപാട് സമയം കിടന്ന് ഉറങ്ങിയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നിട്ട് നമ്മുടെ വാച്ച് എടുത്ത് നോക്കുമ്പോഴാണ് ഇവിടുത്തെ സമയം 5 മണി ആയിട്ടുള്ളതെന്ന് മനസ്സിലായത്. അപ്പോൾ അതാണ് ഈ സമയത്തുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അത് ഇവിടെ വർഷത്തിലെ എല്ലാ ദിവസവും ഇങ്ങനെയാണോ, വളരെ പെട്ടെന്ന് നേരം വെളുക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ കാര്യം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 6 മണിയോട് ഇവിടെ 6 മണി സമയം ആവുകയാണ്. 6 മണിക്കാണ് നമ്മുടെ കാറ് വരുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് കസാക്കിസ്ഥാനിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ അൽമാട്ടിയിലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഹോട്ടൽ കസാക്കിസ്ഥാനിലാണ്. ഹോട്ടൽ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വളരെ കാലം പണ്ട് മുതൽ തന്നെ ഉള്ള ഒരു കസാക്കിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷറി ഹോട്ടലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അന്നത്തെ കാലത്ത് അത് ഭയങ്കര ലക്ഷറി ആയിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് ഒന്ന് പഴയതായി ആ ഒരു പഴമയുടെ ആ ഒരു ഇതുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. തരക്കേടില്ലാത്ത മുറികളൊക്കെയാണ്, പക്ഷേ ആ ഒരു ലോക്കും സംഭവങ്ങളൊക്കെ കുറച്ച് പഴയതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഒരു ഓട്ട പ്രദർശനത്തിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ചില ദിവസങ്ങളിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്, ചില ദിവസങ്ങളിൽ അത്ര പോരാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ കഴിച്ചിട്ട് നേരെ റിസപ്ഷനിലേക്ക് പോകണം. നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റിൽ കയറി റിസപ്ഷനിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ഹറിബറിയായി പോയേ. ഇതാണ് ഈ ഹോട്ടലിൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഹ്യുണ്ടായിയുടെ ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഒരു അടിപ്പം വണ്ടിയാണ്, നമ്മുടെ ക്രെറ്റയൊക്കെ പോലത്തെ വണ്ടിയാണ്. ഹലോ, മോർണിംഗ്. യാ, ഐ എം ഗുഡ്. ഹൗ ആർ യു? അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. അപ്പോൾ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കാണാം. നമുക്ക് ആദ്യം നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മൾ പോകുന്ന സ്ഥലം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ബിഗ് അൽമാട്ടി ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് കുറച്ചൊരു മിലിറ്ററി സോണാണ്, വേറൊന്നും കൊണ്ടല്ല. എനിക്ക് തോന്നുന്നു കിർഗിസ്ഥാനുമായിട്ട് എങ്ങാണ്ട് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് അവിടെ ഭയങ്കര സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ പാസ്പോർട്ടുകൾ എല്ലാവരുടെയും, പോകുന്ന ആൾക്കാരുടെ എല്ലാം പാസ്പോർട്ട് കയ്യിൽ വെക്കണം. പാസ്പോർട്ട് ചെക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ 2 ചെക്ക് പോസ്റ്റ് എങ്ങാണ്ട് പോകുന്ന വഴിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഫുൾ പ്രിപ്പയർഡായിട്ട് പോവുകയാണ്. വേറെ അല്ലാണ്ട് അവിടെ നമുക്ക് ഇടയ്ക്ക് പോകുന്ന വഴിക്ക് വല്ലതും എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റോ ഫ്രഷ് റൂം, വാഷ്റൂം അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ അവിടെ അൽമാട്ടി ലേക്കിൻ്റെ സ്ഥലത്ത് യാതൊരു ഫെസിലിറ്റീസും സംഭവങ്ങളും ഒന്നുമില്ല. അൽമാട്ടി നഗരത്തിലെ ഒരു പ്രധാന ഹൈവേ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സമയം 6 മണി 6:30 ആയേ ഉള്ളെങ്കിലും ഇവിടെ ചെറിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയ ആൾക്കാരെല്ലാം അവരുടെ ഓഫീസിലും അതുപോലെ ജോലി സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആ ഒരു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോഡുകളൊക്കെ വളരെ വിശാലമായിട്ടുള്ള റോഡുകളാണ്. ട്രാഫിക്കെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ട്രാഫിക്കാണ്. ജനങ്ങളെല്ലാം ട്രാഫിക് റൂൾസൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വളരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് അൽമാട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്.
നമ്മൾ എവിടെ താമസിച്ചാലും അൽമാട്ടിയിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകളിൽ എവിടെ താമസിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അവിടെ ഈ ക്യാമറയിൽ ഇത് എത്രത്തോളം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മഞ്ഞ് മലകളുടെ ഒരു കൂട്ടമാണ്, ഒരു മതിൽ പോലെയൊക്കെ ഈ മഞ്ഞ് മല ഇങ്ങനെ ഉയർന്നങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു വ്യൂ ആണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത്. ആ മുന്നിൽ കാണുന്ന വലിയ ബിൽഡിംഗ് എന്ന് പറയുന്നത് റിറ്റ്സ് കാൾട്ടൺ എന്ന് പറയുന്ന ഹോട്ടലാണ്. അവിടെ നിന്ന് ആ ഏത് റൂമിൽ നിന്ന് നോക്കിയാലും ഈ പറഞ്ഞ ഒരു വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള വ്യൂവും. ഞാൻ താമസിക്കുന്ന ഹോട്ടൽ കസാക്കിസ ഹോട്ടൽ, അതിൽ 26 നിലകളുള്ള ഒരു വലിയ ഹോട്ടലാണ്. പക്ഷേ കുറച്ചൊന്ന് പഴയ പണ്ട് കസാക്കിസ്ഥാൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തെങ്ങാണ്ട് അവർ ഉണ്ടാക്കിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഏത് റൂമിൽ നിന്ന് നോക്കിയാലും ഈ ഒരു വ്യൂ കിട്ടും. വളരെ നല്ല ഒരു വ്യൂ ആണ്. രാവിലെ ഈ സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന കാഴ്ചയൊക്കെ വളരെ ഭംഗിയുള്ള ഒരു ഇതാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മളങ്ങനെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇത് ഇവിടുത്തെ മിലിറ്ററിക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ അവർ പൈസ കൊടുത്തു, 4000 ടെങ്കെ കാർഡ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. ഇനി ഒരു ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കാറ് കടത്തിവിടും. സെക്കൻഡ് ചെക്ക് പോസ്റ്റ് മുതലാണ് സാധാരണ കാറുകളെ അവർ കടത്തിവിടാത്തത്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടറോ സൈക്കിളോ എടുത്തിട്ട് പോകും. സൈക്കിൾ എടുത്തിട്ട് പോവുകയാണെങ്കിൽ 20,000 ടെങ്കെ എങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഏകദേശം നമ്മുടെ ഒരു 4000 രൂപ അടുപ്പിച്ച് വരും. 10 കിലോമീറ്റർ ദൂരമാണ് ആ സെക്കൻഡ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ ബിഗ് അൽമാട്ടി ലേക്കിലേക്ക് ഉള്ളത്. അപ്പോൾ ഈ 10 കിലോമീറ്റർ ദൂരം ചിലർ സൈക്കിളിൽ പോകാറുണ്ട്, ചിലർ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് പോകാറുണ്ട്. അതിനെല്ലാം അതിനനുസരിച്ചുള്ള റേറ്റ് വരും. ചിലർ ഹൈക്ക് ചെയ്ത് പോകാറുണ്ട്. ഹൈക്കിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈ അൽമാട്ടി നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു വാട്ടർ റിസർവോയർ ആണ് ഈ പറഞ്ഞ ബിഗ് അൽമാട്ടി ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം കൊണ്ടുപോകാനായിട്ടൊക്കെ ഒരുപാട് പൈപ്പ് കാര്യങ്ങളൊക്കെ അൽമാട്ടി ലേക്കിൽ നിന്ന് താഴേക്ക് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈക്കിംഗ് റൂട്ട് എന്ന് പറയുന്നത് ആ പൈപ്പുകളുടെ സൈഡിൽ കൂടെയൊക്കെയാണ്. അത് നിങ്ങൾ ചില വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷം പേരും ഹൈക്ക് ചെയ്ത് പോകുന്നവർ അല്ലെങ്കിൽ സ്കൂട്ടർ എടുത്ത് പോകുന്നവരായിട്ടാണ് നമ്മൾ മിക്ക വീഡിയോസ്, ഞാൻ ഇത് റെഫർ ചെയ്യാൻ വേണ്ടി ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു. അതിൽ എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു പൈപ്പ്, വലിയ ആ ഒരു പൈപ്പിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് അവർ ഈ അൽമാട്ടി ലേക്കിലേക്ക് നടന്ന് കയറി പോകുന്നത്. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഹൈക്കാണ്. നിങ്ങളുടെ ആ ഒരു സ്റ്റാമിന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്കാണ്. അൽമാട്ടി നഗരത്തിൽ നിന്ന് ബസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വരുന്ന വഴിക്ക് ബസ് നമ്പർ 28 ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് അവിടെ ബസ് നമ്പർ 28 അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വഴിയിൽ ഇപ്പോൾ 2-3 പേര് സൈഡിൽ കൂടെ നടന്നു. ഇനി ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ വന്നിട്ട് നടന്നു പോകേണ്ടതാണ്. ആ ഒരു കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ ആ മലകളുടെ ആ ഒരു കുറച്ചുകൂടെ അടുത്തുള്ള ആ ഒരു ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇതൊക്കെയാണ് ഉള്ളത്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടി മാറി കയറണമെന്ന് തോന്നുന്നു. കാരണം ഇതുപോലുള്ള വണ്ടികളൊന്നും അങ്ങോട്ട് കയറ്റി വിടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ചെറിയ എർട്ടെന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഹട്ടുകൾ പോലുള്ള സംഭവങ്ങൾ. ഈ നാടോടികളായിട്ടുള്ള ആൾക്കാർ ഈ ഭാഗത്തൊന്നുമില്ല, അതിപ്പോൾ കഴിഞ്ഞു പോയി. ഈ നാടോടികളായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന പോലുള്ള ചെറിയ ചെറിയ കൂടാരങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേ ഇപ്പുറത്തെ സൈഡുണ്ട്. അതേ ആ സൈഡിൽ ഇതുപോലെ ഇരിക്കുക ആ ഒരു സാധനം, ഒരു വലിയ കൂടാരം പോലത്തെ ഒരു സംഭവം. ഇത് ഇപ്പോൾ ഹൈക്ക് ചെയ്ത് അല്ലെങ്കിൽ സൈക്കിളിൽ പോകുന്ന ഒരാളാണ് ഈ വരുന്നത്. അപ്പോൾ അൽമാട്ടി നഗരത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഹൈക്ക് ചെയ്തിട്ടല്ല, ഈ സൈക്കിളിൽ അല്ലെങ്കിൽ മോട്ടോർ ഇലക്ട്രിക് സ്കൂട്ടറിൽ നമുക്ക് വരാൻ പറ്റും. അത് അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന ഒരുപാട് ടൂർ ഏജൻസീസും ഉണ്ട്. ഒരു സമതലത്തിൽ നിന്ന് കുറച്ചൊന്ന് പൊക്കത്തിലേക്ക് കയറുന്ന ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ചെവിയൊക്കെ അടയും, ഈ പറഞ്ഞ മൂക്കും എല്ലാം നമുക്കിങ്ങനെ അടയും, തണുപ്പൊക്കെ കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 8 ഡിഗ്രി സെൽഷ്യസ് എങ്ങാണ്ടാണ് നമ്മൾ ഈ പോകുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ.
ഓട്ടം സീസണിൽ ഈ മരങ്ങളെല്ലാം പല നിറത്തിലുള്ള ഇലകളെല്ലാം പല നിറത്തിലായിട്ട് മഞ്ഞയും ചുവപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. ഒക്ടോബർ മാസമൊക്കെയാണ് കറക്റ്റ്. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ കസാഖിസ്ഥാനിൽ ഒക്ടോബർ മാസത്തിൽ വരുന്നതാണ് നല്ലത്. ഈ മരങ്ങളെല്ലാം ഇപ്പം എല്ലാം നല്ല പച്ച നിറത്തിലിരിക്കുന്ന ഈ മരങ്ങളുടെ ഇലകളെല്ലാം ചുവപ്പും മഞ്ഞയും ഒക്കെ ആയിട്ട് നല്ല ഒരു ഭംഗിയുള്ള, കുറച്ചുകൂടെ ഭംഗി കൂടിയ ഒരു ഇതായിരിക്കും, ഒരു സീനറി ആയിരിക്കും നമ്മളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നാണ് 10 കിലോമീറ്റർ ചില ആൾക്കാർ ഹൈക്ക് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ കാറ്, നമ്മൾ വന്ന വണ്ടി നമ്മളിവിടെ ഒതുക്കുകയാണ്. മുമ്പിൽ അവിടെ ആയിട്ട് നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേറെ വണ്ടി മാറിയാണെന്ന് തോന്നുന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണമെന്ന്. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 100 മീറ്റർ നമ്മൾ നടന്ന് പോയിട്ട് നമ്മൾ വണ്ടി മാറി കയറി പോകാനാണ് പോകുന്നത്. പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇവിടെ പെട്രോൾ ഡീസൽ വണ്ടികളൊക്കെ ഈ ഒരു രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അവർ അകത്തോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ 100 മീറ്റർ നമ്മൾ നടന്ന് പോയിട്ട് നമ്മൾ വണ്ടി മാറി കയറുകയാണ്. അപ്പം ഈ പട്ടാളക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ കൂടെ വരുമെന്ന് തോന്നുന്നു. ഇതെല്ലാം ഞാൻ നെറ്റ് നോക്കി മനസ്സിലാക്കിയതാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല നല്ല സ്ഥലങ്ങളൊക്കെയാണ്. അത് ഈ സൈഡിൽ ഈ ചരിഞ്ഞ ഒരു മലഞ്ചെരുവും അവിടെ നിൽക്കുന്ന ഒരുപാട് മരം, ഈ പൈൻ മരങ്ങൾ പോലത്തെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സീനറിയാണ് ഇവിടെ ഉള്ളത്. 2 സൈഡും മലകളാണ്. ഈ ഒരു സൈഡിൽ ഒരു മലഞ്ചെരുവ് പോലെ അവിടെ ഒരുപാട് മരങ്ങളും അങ്ങ് സ്ട്രെയിറ്റ് ഒരു മഞ്ഞ് മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് റോഡ് അടച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ 100 മീറ്റർ നടന്ന് നമ്മൾ പോവാണ്. ഇതൊരു കയറ്റമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വണ്ടികളൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇവിടെ അവരുടെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുവാണ് ഗാർഡിൻ്റെ അടുത്ത്. പഴയ സോവിയറ്റ് കാലത്തെ ആ ഒരു വണ്ടിയാണ് അർബൻ ലാദ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വണ്ടി കാണാൻ പറ്റും. സോവിയറ്റ് രാജ്യങ്ങളിൽ എവിടെ വന്നാലും നമുക്കിത് കാണാൻ പറ്റും. Because this location no car. Okay. And yeah, I understood. only walk 10 130 kilometers. 10. Okay. Go. Oh. Okay. Very hard. No scooter? Bike here. Electro bike here. Where? Here or top? Top? Yeah. Okay. But scooter no benzene. No. Only electro. വളരെയധികം ജനവാസം കുറഞ്ഞ ഒരു സ്ഥലമാണിത്. കംപ്ലീറ്റ് മിലിറ്ററിക്കാരും അവരുടെ ഫാമിലിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ പാക്കേജ് ടൂർ എടുക്കുന്നവർ അധികം പ്രിഫർ ചെയ്യാത്തത്. നമ്മളിപ്പോൾ ബിഗ് അൽമാട്ടിയിലേക്ക് ടൂറ് വേണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ പറയും അതിൽ നിന്നും ഭംഗിയുള്ള ഇസിക്ക എന്ന് പറഞ്ഞ മറ്റൊരു ലേക്കുണ്ട്, ഇത്രയും ഭംഗി ഇല്ല അതിന്. അപ്പോൾ അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കും. ബേസിക്കലി ഇവർ പ്രിഫർ ചെയ്യാറില്ല. ഇനി അഥവാ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യാനില്ല നമ്മൾ ബിഗ് അൽമാട്ടിയിലേക്ക് നമുക്ക് കാണണമെന്ന് പറയുവാണെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് പറയും. അതും പ്രൈവറ്റ് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. $240. ഒന്നുകൂടെ സമ്മറി പറയുവാണെങ്കിൽ നമ്മൾ 2 വണ്ടി മാറി കയറും. ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടി കടത്തിവിടും. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടി കടത്തിവിടില്ല. പിന്നെ ഇവിടെ ഉള്ളവരുടെ, എനിക്ക് തോന്നുന്നത് മിലിറ്ററിക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, ആ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. പിന്നെ അതിലാണ് 10 കിലോമീറ്റർ നമ്മളെ ഈ റോഡ് വളഞ്ഞ് കിടക്കുന്ന റോഡിൽ കൂടെ നമ്മളെ ലേക്കിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. തിരിച്ചും ആ വണ്ടി തന്നെ ഒരു 40 മിനിറ്റ് വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ വണ്ടി തന്നെ തിരിച്ചു വരും. നമ്മളെ തിരിച്ച് പിക്ക് ചെയ്ത് നമ്മുടെ സെക്കൻഡ് ചെക്ക് പോസ്റ്റിൽ നമ്മളെ കൊണ്ടാക്കും. അവിടെ നിന്ന് പിന്നെ നമ്മൾ വന്ന ടാക്സി അല്ലെങ്കിൽ നമ്മൾ വന്ന വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ ഇലക്ട്രിക് ബൈക്ക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ
അല്ലാതെ ഈ 4 വീലർ വേറെ ഒന്നും കടത്തി വിടില്ല. ഇലക്ട്രിക് സ്കൂട്ടർ, സൈക്കിള് അതുപോലുള്ള സംഭവങ്ങൾ മാത്രം ഈ വഴി കൂടെ കടത്തിവിടും. അതിനും അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറി മുകളിൽ വന്നിട്ടുണ്ട്. ഒരു 100 കുറച്ച് കൂടുതൽ ദൂരം നമ്മൾ നടന്നു. എന്നിട്ട് ഒരു പോയിന്റിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവരുടെ വണ്ടി വരും. അതിലാണ് അടുത്ത നമ്മുടെ ജേണി എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് മിലിറ്ററിക്കാരും അവരുടെ ഫാമിലിയൊക്കെയാണ്. അത് ഒരു മിലിറ്ററിയുടെ ഒരു പുള്ളിക്കാരൻ അയാളുടെ മകളെ എങ്ങാണ്ട് സ്കൂളിലെന്തോ പറഞ്ഞു വിടുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ വന്ന വണ്ടി ഇതാണ്. ഈ ലാദ വണ്ടിയിലാണ് അവർ വന്നത്. ഇതൊരു നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ഇലേ അലത്താവു അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഖാല സിറ്റി അങ്ങോട്ട് പോകുന്നത് എല്ലാം ഇവരുടെ ഭാഷയിലാണ്. പിന്നെ ഇംഗ്ലീഷും ഉണ്ട് ഇവിടെ സൈഡിൽ. ബിഗ് അൽമാട്ടി ഗോർജ് ലൊക്കേറ്റഡ് ഇൻ ദി സൗത്ത് വെസ്റ്റ് ഓഫ് അൽമാട്ടി ഓൺ ദ സ്ലോപ്പ് ഓഫ് ട്രാൻസ് ലീ അലത്താവ്. 1800 മീറ്റർ സീ ലെവലിൽ നിന്ന് 1800 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ടൂർ സ്റ്റാർട്ട് ചെയ്തത് അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ 6 മണിക്കായിരുന്നു സമയം പറഞ്ഞത്. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് നമ്മളൊരു 6:20 ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം ഒന്ന് ലേറ്റാക്കി സ്റ്റാർട്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് 7 മണിക്ക് ഇവിടെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ ആരെയും കയറ്റി വിടത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു കൈൻ്റെ ഫുഡായ്പിലാണ് പോകുന്നത്. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ശബ്ദം താഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയൊരു ഉടായ്പിലാണ് പോകുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. അടുത്ത് നമുക്ക് പോകാനുള്ള വണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ പ്രാഡയിലാണ് പോണത്. അതെ, ഈ വണ്ടിയിലാണ് നമ്മളിനി അടുത്ത് പോകുന്നത്. വളരെ ചെറിയ ഒരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലെല്ലാം ചില സ്ഥലങ്ങളിൽ ഈ ചെറിയ പാറക്കല്ലൊക്കെ റോഡിൽ വീണ് കിടപ്പുണ്ട്. മഴക്കാലത്തും മഞ്ഞുകാലത്തും ബിഗ് അൽമാട്ടി ലേക്കിലേക്കുള്ള പ്രവേശനം അവർ ബാൻ ചെയ്യും. ഈ വഴിയൊക്കെ ഇങ്ങനെ ഈ പാറയൊക്കെ വീണ് വഴിയൊക്കെ ക്ലോസ് ആവുന്ന സമയങ്ങളിലൊക്കെയാണ് അങ്ങനെ സംഭവിക്കാറ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട് ആ സെക്കൻഡ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ബിഗ് അൽമാട്ടി ലേക്കിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ആളുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കണ്ടല്ലോ പ്രാഡ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഹൈക്കിന് വരുന്നവർ ചില സമയങ്ങളിൽ ഇവിടെ ഈ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുണ്ട്. ആ സൈഡിലായിട്ട് ആ ഭാഗത്ത് പൈപ്പാണ്. ഇതൊരു വലിയ പൈപ്പാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഈ പൈപ്പിലൂടെയാണ് ബിഗ് അൽമാട്ടിയിലേക്ക് നിന്ന് ആ വെള്ളം പ്യൂരിഫൈ ചെയ്ത് അൽമാട്ടിയിലേക്ക് ജലവിതരണം നടത്തുന്നത്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഒരു സൈഡിൽ കൂടെ ആൾക്കാർ നടന്ന് ഈ ഹൈക്ക് ചെയ്ത് പോകുന്നവർ പോകാറുണ്ട്. വളരെ ഡിഫിക്കൽട്ടി ഉള്ള, അതായത് കുത്തനെയുള്ള കയറ്റമൊക്കെ ഉള്ള ഒരു ഹൈക്കാണ്. അല്ലാതെ ഉള്ളവർ ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന റോഡിൽ കൂടെ തന്നെ ബിഗ് അൽമാട്ടി ലേക്കിലേക്ക് എത്താൻ ശ്രമിക്കും. ഇങ്ങനെ ഹൈക്ക് ചെയ്ത് വരുന്ന ഒരുപാട് പേര് ഞാൻ പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റി. അങ്ങനെ അവസാനം കാത്തിരുന്ന നിമിഷമെത്തി. ബിഗ് അൽമാട്ടി ലേക്ക് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു സ്വർഗ്ഗഭൂമിയിലൊക്കെ എത്തിയ ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ ഇത്രയും കാശൊക്കെ ചിലവാക്കി ഇവിടെ വന്നതിന് ഒരു പ്രയോജനം ഉണ്ടായെന്ന് തോന്നിപ്പോയി ഇവിടുത്തെ ഇത് കാണുമ്പോൾ. ഇവിടെ വന്ന സമയത്ത് ഇവരുടെ ആ ഒരു സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് വെള്ളമൊക്കെ കുറച്ച് കുറവാണ്. എങ്കിലും ഭംഗിക്ക് യാതൊരു കുറവുമില്ല. നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. കാരണം ഇതൊരു ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഇവിടെ മിലിറ്ററി സർവൈലൻസും ഒക്കെ ഒരുപാടുണ്ട്. വെള്ളത്തിൻ്റെ അടുത്തോട്ടൊന്ന് ഇറങ്ങാനോ ഇവിടെ സ്വിം ചെയ്യാനോ നമുക്ക് പറ്റില്ല. അൽമാട്ടി സിറ്റി മൊത്തം വെള്ളം ഇവിടെ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും വെള്ളത്തിൽ ഇറക്കത്തില്ല. ഈവൻ ലോക്കൽസിന് പോലും അവർ ഇവിടെ അലൗഡല്ല വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന വണ്ടി അതൊരു മിലിറ്ററിക്കാരൻ്റെ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഈ ടൂർ ഏജൻറ്റുമാരും മിലിറ്ററിക്കാരും ഒക്കെ തമ്മിലുള്ള ഒരു ചെറിയ സെറ്റപ്പാണെന്ന് തോന്നുന്നു സംഭവം. അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് നമുക്ക് ഇവിടെ വരാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് അൽമാട്ടി ലേക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്. ഈ പല സീസണിലും പല ലുക്കാണ്. ഇപ്പോൾ നല്ല മഞ്ഞ് സീസണാണെങ്കിൽ ഈ ലേക്ക് ഇങ്ങനെ തണുത്ത് ഉറഞ്ഞ് ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചുറ്റുപാടുള്ള മലകളിലൊക്കെ നിറയെ മഞ്ഞാണ്. ഇപ്പോൾ സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇവിടെ ഈ മലയിലൊക്കെ നല്ല മഞ്ഞുണ്ട്. സ്ട്രേറ്റ് മലയിലും ഒക്കെ നല്ല മഞ്ഞ് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ വെള്ളം ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇല്ലെങ്കിൽ അവിടെയൊക്കെ വെള്ളം കുറച്ച് അകത്തോട്ട് വലിഞ്ഞിരിക്കുകയാണ് സമ്മർ ആയതുകൊണ്ട്. അപ്പോൾ അല്ലാത്ത സമയമാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിറയെ വെള്ളമൊക്കെ ആയിട്ട് നല്ല കുറച്ചുകൂടെ ഭംഗി കൂടിയ ഒരു കാഴ്ചയാണ് നമുക്ക് ബിഗ് അൽമാട്ടിയിലേക്ക് നമുക്ക് തരുന്നത്. ഇവിടെ അങ്ങനെ പൊതുവേ ഞാൻ പറഞ്ഞതുപോലെ ട്രാവൽ ഏജൻസിക്കാരൊന്നും അങ്ങനെ ടൂറൊന്നും ഓർഗനൈസ് ചെയ്യാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് നൂലാമാലകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 25,000 രൂപയോളം സ്പെൻഡ് ചെയ്ത് ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വരാനായിട്ട്, ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് ഇവിടെ വന്നത്. നിങ്ങളെ ഈ കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ബിഗ് അൽമാട്ടി ലേക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.